യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ, എൻ സങ്കടങ്ങൾ അറിഞ്ഞെൻ്റെ വൻകടങ്ങൾ തീർത്തെൻ്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെൻ്റെ വൻകടങ്ങൾ തീർത്തെൻ്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. പാപിയായി ഞാൻ ജീവിച്ചപ്പോൾ, പാത തെറ്റി ഓടിയപ്പോൾ, പാലകൻ നീ തേടി ഈ പാതകനാടിയാനെ പാവനമാർഗേ ചതല്ലോ. പാലകൻ നീ തേടി ഈ പാതകനാടിയാനെ പാവനമാർഗേ ചതല്ലോ. എന്നെ നിന്നിൽ ധന്യനാക്കുവാൻ വന്നിതോ എന്നുള്ളിൽ രാജനായി. തന്നിതോ നിൻ നീതിയും ദിവ്യമാം സന്തോഷവും നിത്യമാം സമാധാനവും. തന്നിതോ നിൻ നീതിയും ദിവ്യമാം സന്തോഷവും നിത്യമാം സമാധാനവും. ഭാരമെന്നെ ജീവിക്കുവാൻ എൻ ഭാരമെല്ലാം ചുമന്നവനേ, ആശ്രയം നീ മാത്രമെൻ ആശയിൻ പ്രകാശമേ, ആശിഷം നിൻ കാരുണ്യമേ. ആശ്രയം നീ മാത്രമെൻ ആശയിൻ പ്രകാശമേ, ആശിഷം നിൻ കാരുണ്യമേ. വന്നിടും ഞാൻ അതിവേഗത്തിൽ എന്നുരച്ചു പോയവനേ, വന്നു നിൻ മഹിമയിൻ രാജ്യമതിൽ ചേർക്കുവാൻ ആശയാൽ ഞാൻ കാത്തിടുന്നേ. വന്നു നിൻ മഹിമയിൻ രാജ്യമതിൽ ചേർക്കുവാൻ ആശയാൽ ഞാൻ കാത്തിടുന്നേ. Greetings to all in the precious name of our beloved Savior Lord Jesus Christ. ബഹുമാനപ്പെട്ട അച്ഛനെ ദൈവനാമത്തിൽ നന്ദി കരേറ്റുന്നു. Let's go back to the Old Testament today. Let me read Ezekiel chapter 16 verses 4 to 6. Let us read that in English. On the day you were born, your cord was not cut, nor were you washed with water to make you clean, nor were you rubbed with salt or wrapped in clothes. No one looked on you with pity or had compassion enough to do any of these things for you. Rather, you were thrown out into the open field, for on the day you were born, you were despised. Then I passed by and saw you kicking about in your blood, and as you lay there in your blood, I said to you, live. എസെക്കിയേൽ പ്രവാചകന് എന്ന് പറയുന്ന he was the son of a Sadokite priest. He was deported to Babylon in BC 597 along with King Jehoiakim. അതെ, ബാബേലിലേക്ക് യഹോയാക്കീം പ്രവാചകനോട് കൂടെ യഹോയാക്കീം രാജാവിനോട് കൂടെ പ്രവാസത്തിലേക്ക് പിടിക്കപ്പെട്ട പുരോഹിതനായിരുന്നു എസെക്കിയേൽ. തൻ്റെ 30-ാമത്തെ വയസ്സിൽ കേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ദർശനങ്ങളെ കണ്ടു. സ്വർഗം തുറന്ന് ദർശനങ്ങളെ കണ്ടു എന്നാണ് നമ്മോട് വായിക്കുന്നത്. എസെക്കിയേൽ പ്രവാചകന്റെ മിനിസ്ട്രിയിലെ വളരെ പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ അടങ്ങിയിരുന്നു. ഒന്ന്, പ്രവാസകാലത്തെക്കുറിച്ച് ബോധമുണ്ടാക്കുക. രണ്ടാമത്, ഭാവിയിൽ ദൈവം അനുഗ്രഹിക്കും എന്ന് ഉള്ള വാഗ്ദത്തത്തെ മനസ്സിലാക്കുക.
പ്രവാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇഫ് യു റീഡ് സാം നമ്പർ 137, അത് നിങ്ങൾ വീട്ടിൽ സാവധാനത്തിലൊന്ന് വായിച്ചാൽ മതി. സാം 137 യു സീ ബാബേൽ നദീതീരത്ത് ഞങ്ങൾ ഇരുന്നപ്പോൾ ഇസ്രയേലിനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ബാബേൽ നദീതീരത്ത് ഞങ്ങൾ ഇരുന്നു, ഇസ്രയേലിനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞെന്നാണ് പറയുന്നത്. എന്നാൽ 26 നമ്മൾ വായിച്ചാൽ അവിടെ എന്താ പറയുന്നതെന്ന് അറിയാമോ? യഹോവാസ് 126 സാം നമ്പർ, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവില് ആർപ്പും നിറഞ്ഞിരുന്നു. പ്രവാസകാലത്തെ സങ്കീർത്തനങ്ങളാണ് ഇവയൊക്കെ. പഴയ നിയമ പ്രവാചകന്മാരിലെ മേജർ പ്രോഫറ്റ്സ് ആയ ഐസയ്യ യേശുക്രിസ്തുവിൽ കൂടെയുള്ള ദൈവത്തിന്റെ സ്നേഹം, വലിയ രക്ഷ ഇതിനെയൊക്കെ വെളിപ്പെടുത്തുന്നു. യിരെമ്യ പ്രവാചകൻ ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുന്നു. എസെക്കിയേൽ പ്രവാചകൻ ദൈവത്തിന്റെ മഹിമയെ വെളിപ്പെടുത്തുന്നു. എന്നാൽ ഇവിടെ നാം വായിച്ചത് യഹൂദ ജാതിയുടെ അന്നത്തെ അവസ്ഥയാണ്. ഒരു നവജാത ശിശുവിനോട് അവരെ ഉപമിച്ചിരിക്കുകയാണ്. അതായത്, നിന്റെ ജനന വസ്തുതയോ, നീ ജനിച്ച നാളിൽ നിന്റെ പൊക്കിൾ മുറിച്ചില്ല. നമുക്കറിയാം, ഒരു ശിശു ജനിച്ചാൽ ആദ്യമായിട്ട് ചെയ്യുന്ന അതാണ്, പൊക്കിൾ മുറിച്ചില്ല, നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെടിപ്പാക്കിയില്ല, ഉപ്പ് തേച്ചില്ല. ഈ ഉപ്പ് തേക്കുക പലസ്തീനിലെ നവജാത ശിശുക്കളെ കുളിപ്പിക്കുമ്പോഴേ അവരെ വെടിപ്പാക്കാനായിട്ട് ഉപ്പ് ശുദ്ധി ആക്കുന്ന വസ്തു ആയതുകൊണ്ട് ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. ഇന്നും അത് അങ്ങനെ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോ അത് ഉപ്പ് തേച്ചില്ല, തുണി ചുറ്റിയതുമില്ല എന്ന് പറഞ്ഞാൽ ഷീ വാസ് നോട്ട് ഗിവൺ, സ്വാഡ്ലിംഗ് ക്ലോത്ത് വാസ് നോട്ട് ഗിവൺ എന്ന്. നിന്നോട് മനസ്സലിവ് തോന്നിയിട്ട് ഇവയിൽ ഒന്നെങ്കിലും നിനക്ക് ചെയ്തു തരുവാൻ ഒരു കണ്ണിനും നിന്നോട് കനിവുണ്ടായില്ല. നീ ജനിച്ച നാളിൽ തന്നെ അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നിയത് കൊണ്ട് നിന്നെ വെളിമ്പ്രദേശത്ത് ഇട്ടുകളഞ്ഞു. എന്നാൽ ഞാൻ നിന്റെ സമീപത്തു കൂടെ കടന്നു പോകുമ്പോൾ നീ രക്തത്തിൽ കിടന്ന് ഉരുളുന്നത് കണ്ടു. നിന്നോട് നീ രക്തത്തിൽ കിടക്കുന്നു എങ്കിലും ജീവിക്ക എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു. യെസ്, ഷി വാസ് നേക്കഡ്, bare and polluted in her own birth blood. She was left alone to die of her own polluted blood and starvation. അത് ജനിച്ച സമയം തന്നെ വെളിമ്പറമ്പിൽ എറിയപ്പെട്ടിരുന്ന ആ നവജാത ശിശുവിനോട് യെരുശലേമിനെ അഥവാ ഇസ്രയേലിനെ ഉപമിക്കുകയാണ്. ലോകസ്ഥാപനം മുതൽ തന്നെ ജെറുസലേമിനെ തൻ്റെ തലസ്ഥാന നഗരിയായി താൻ തിരഞ്ഞെടുത്ത അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും തലമുറയായ ഇസ്രയേലിൽ നിന്നും വചനം ജഡമായി തീർന്ന മശിഹ വരുമെന്ന് മുൻ നിർണയിച്ചിരുന്നതാ. അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ യഹോവ യെരുശലേമിനെ കാക്കുന്നു. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ യഹോവ യെരുശലേമിനെ കാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പല യുദ്ധങ്ങൾ ഉണ്ടായിട്ടും യെരുശലേമിലെ പ്രധാനമായ മോണുമെന്റ്സ് ഒക്കെ ഇന്നും നശിക്കാതെ ഇരിക്കുന്നത്. യെരുശലേമിന് 12 ഗേറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈസ്റ്റ് ഗേറ്റ് ഓർ ഗോൾഡൻ ഗേറ്റ്, കിഴക്കേ വാതിൽ എന്നൊക്കെ പറയുന്നത്. കർത്താവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ജനം ഹോശാന പാടി ആർത്ത് വിളിച്ച് പ്രവേശിച്ചത് ഈ ഗേറ്റിൽ കൂടെയാണ്. അതുപോലെ തന്നെ തൻ്റെ കഷ്ടാനുഭവത്തിലെ വലിയ മരക്കുരിശുമായി ഈ വാതിലിൽ കൂടെയാണ് ഇറങ്ങി ഗോൽഗോഥയിലേക്ക് പോയത്. അതിനുശേഷം ആ വാതില് അടച്ച് കിടക്കുകയായിരുന്നു. 1540 സുലൈമാൻ സുൽത്താൻ ആ ഗേറ്റ് തുറക്കാൻ പരിപാടി ആസൂത്രണം ചെയ്തു. അതറിഞ്ഞ ഒരു മനുഷ്യൻ സുൽത്താൻ്റെ അടുത്ത് വന്ന് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 44:1-4 അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിച്ചു. അദ്ദേഹം ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിഞ്ഞു. നമുക്കൊന്ന് നോക്കാം ഈ യെഹെസ്കേൽ പ്രവചനം 44:1-4 എന്താ പറയുന്നെന്ന്.
അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തെങ്കിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. എന്നാൽ അത് അടച്ചിരുന്നു. അപ്പോൾ യഹോവ എന്നോട് കൽപ്പിച്ചത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം, ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രയേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. പ്രഭുവോ അവൻ പ്രഭുവായിരിക്കാലെ യഹോവയുടെ സന്നിധിയിൽ ഭോജനം കഴിപ്പാൻ അവിടെ ഇരിക്കണം. അവൻ ആ ഗോപുരത്തിന്റെ പൂമുഖത്തുകൂടി അകത്ത് കടക്കുകയും അതിൽ കൂടി പുറത്തു പോകുകയും വേണം. അപ്പോൾ അതാ സുലൈമാൻ സുൽത്താനെ വായിച്ച് കേൾപ്പിച്ചത്. അപ്പൊ സുലൈമാൻ സുൽത്താനെ പെട്ടെന്ന് ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. അത് ഇനിയും താനെ ഗോൾഡൻ ഗേറ്റ് തുറക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം, വർഷങ്ങൾക്ക് ശേഷം, കിങ് ഹുസൈൻ ഓഫ് ജോർദാൻ 1967 ജൂൺ 24 ഗോൾഡൻ ഗേറ്റ് തുറക്കുമെന്ന് പ്രഖ്യാപിച്ചു. പല പേപ്പേഴ്സിലൊക്കെ അത് വന്നു. അതിനിടെ അറബ് ഇസ്രയേൽ യുദ്ധമുണ്ടായി. ജൂൺ 6 ജെറുസലേം ഇസ്രയേലിന്റെ കയ്യിലായി. അങ്ങനെ ഇന്നും ആ വാതിൽ മുദ്രയിട്ടപ്പെട്ട നിലയിൽ തന്നെ കിടക്കുകയാണ്. കാരണം ഈ കിങ് ഹുസൈനും അതൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. യേശു ക്രിസ്തു ആകുന്ന പ്രഭുവാണ് ആ വാതിലിൽ കൂടെ കടക്കേണ്ടത്. ആകയാൽ കർത്താവിന്റെ വരവ് വരെ ആ വാതിൽ തുറക്കപ്പെടുകയില്ലെന്നാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ വചനം പറയുന്നത്. നമ്മൾ 24 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആര്? ബലവാനും വീരനുമായ സൈന്യങ്ങളുടെ യഹോവ. അതായത് കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിലേ അത് ഇനി തുറക്കുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത്. വെളിമ്പറമ്പിൽ എറിയപ്പെട്ടിരുന്ന ആ ശിശുവിന് വേണ്ടി, അഥവാ യെരുശലേമിന് വേണ്ടി എന്തൊക്കെയാ ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. മരണാവസ്ഥയിലായിരുന്ന ആ ശിശുവിനോട് പറയുകയാണ്, നീ മരണാവസ്ഥയിലായിരുന്നാലും ജീവിക്കാം. അവളെ വെള്ളത്തിൽ കുളിപ്പിച്ചു, രക്തം കഴുകിക്കളഞ്ഞു, എണ്ണ പൂശി, വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു, തഹശുകോൽ കൊണ്ടുള്ള ചെരുപ്പ് ഇടുവിച്ചു, ശണപടം കൊണ്ട് ചുറ്റി, പട്ട് പുതപ്പിച്ചു, ആഭരണം അണിയിച്ചു. നമ്മൾ ആ അധ്യായത്തിന്റെ തന്നെ 9 വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മൾ ഇതാ കാണുന്നത് അവൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നുള്ളത്. ആഭരണം അണിയിച്ചെന്ന് പറയുമ്പം കൈക്ക് വള, കഴുത്തിൽ മാല, മൂക്കിൽ മൂക്കുത്തി, കാതിൽ കുണുക്ക്, തലയിൽ ഭംഗിയുള്ള കിരീടം, ഇതൊക്കെ വെച്ചു. അതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് എന്തുവാ? ഒരു മണവാട്ടിയുടെ അലങ്കാരങ്ങളെയാണ് നാം ഇവിടെ കാണുന്നത്. മേത്തരമായ ഭക്ഷണം കൊടുത്ത് പോഷിപ്പിച്ചെന്ന്. എന്തുവാ? നേരിയ മാവും തേനും എണ്ണയും എന്നൊക്കെയാണ് യെഹെസ്കേൽ പ്രവചനത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ശയാപ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മേധസ്സു നിറഞ്ഞ മൃഷ്ടഭോജനം കൊണ്ടും മട്ടൂറ്റി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടുമുള്ള വിരുന്ന്, അല്ലെങ്കിൽ അതിനായിട്ടാണ് നമ്മെ ക്ഷണിക്കുന്നതെന്ന്. സൗന്ദര്യവതിയായ മണവാട്ടിയായി കാനോപ്പിയുടെ കീഴിൽ നിൽക്കുന്ന മണവാട്ടി സഭയെ നമുക്കൊന്ന് ഓർക്കാം. അത് ഭാവനയിൽ നമുക്കൊന്ന് കാണാം. സൗന്ദര്യവതിയായി ആടയാഭരണങ്ങൾ അണിഞ്ഞ് കാനോപ്പിയുടെ കീഴിൽ നിൽക്കുന്ന സ്വർഗീയ മണവാട്ടിയെ നമുക്കൊന്ന് നോക്കാം. അതേ, ദൈവം യെരുശലേമിന് സകല രാജ്യങ്ങളെക്കാളും അധികം പ്രോസ്പെരിറ്റി കൊടുത്തു, ഫേമസ് ആക്കി, തൻ്റെ പ്രൊട്ടക്ഷനിൽ കാത്തു. എന്നാൽ ഇസ്രയേല് അന്യ ദൈവങ്ങളെ സേവിക്കാനായിട്ട്, അതായത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ വിട്ട് ബാലിനെയും അശേരയെയും സേവിച്ച് തങ്ങളുടെ ബലമായവനെ ത്യജിച്ചു കളഞ്ഞു. അവരുടെ റിസ്റ്റോറേഷനെ കുറിച്ചും ഈ എസെക്കേൽ പ്രവചനം തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്ത്, എസെക്കേൽ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, യഹോവയായ ദൈവം അവരെ എന്നാലും യഥാസ്ഥാനപ്പെടുത്തും. അതെ, അവരെ കവനന്റ് റിലേഷൻഷിപ്പൊക്കെ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ അത് തെറ്റിച്ചു, പണിഷ്മെന്റ് ഒക്കെ അർഹിക്കുന്നവരായെങ്കിലും തൻ്റെ മഹാകരുണയാലെ ഇസ്രയേലിനെ യഥാസ്ഥാനപ്പെടുത്തും എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. യഹോവ ഷമ്മ അവരുടെ മധ്യത്തിലെ, അവരുടെ നഗരത്തിലെ ഉണ്ടായിരിക്കുമെന്ന്.
ഇന്ന് ലോകം മുഴുവനും ഇസ്രയേലിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. റെക്കഗ്നീഷനും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുക. God took Israel when she was nothing. Yeah, an abundant babe. He lavished his love on her, making her into a great and glorious nation. She owed him everything, but prosperity turned her head, and Israel behaved like a wife turned into a prostitute. She worshipped their other gods, Baal and Asherah and others. She forgot the God of hosts and broken the covenant relationship. Yes, she deserves to be punished. Yet, God in his infinite mercy will restore Jerusalem. യഹോവ ഈ സന്ധ്യാസമയത്ത് നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നാം ഇപ്പോൾ കേട്ട ഉപമ പോലെ സ്വർഗീയ പൗരതയോടെ പൊരുത്തമില്ലാതെ വെളിമ്പറമ്പിൽ എറിയപ്പെട്ട അവസ്ഥയിലാണോ നാം? അഥവാ കുഴിയിലും കുഴഞ്ഞാച്ചേറ്റിലും കിടക്കുന്ന അവസ്ഥയിലാണോ? നാം എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരാ. പാപത്തിന്റെ ശമ്പളം മരണമാണ്. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന നമ്മെ, yes, we were condemned to death. He took our punishment on him. അതെ, ക്രൂശിന്റെ സ്നേഹം നമ്മെ തേടി വന്നു. നമുക്കായി താൻ പാപപരിഹാര ബലിയായി തീർന്നു. നാം നമ്മുടെ തലയിൽ ചിന്തിച്ച പാപത്തിന്റെ പ്രായശ്ചിത്തമായി നമ്മുടെ കർത്താവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചു. എന്റെയും നിങ്ങളുടെയും കൈകൾ ചെയ്ത പാപം നിമിത്തം അവന്റെ കൈകളിൽ ആണികൾ തുളയ്ക്കപ്പെട്ടു. ഞാനും നിങ്ങളും ഓടിയ പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ട് കർത്താവിന്റെ കാലുകളിൽ കാരിരുമ്പാണികൾ അടിച്ചു. നാം മനസ്സിൽ ചിന്തിച്ച പാപം നിമിത്തം അവന്റെ വിലാപ്പുറത്ത് കുത്തേറ്റു. നമ്മുടെ പാപാസക്തിയുള്ള നമ്മുടെ സിരകളിൽ കൂടെ ഒഴുകുന്ന രക്തത്തിൽ നിന്നും നമ്മെ വീണ്ടെടുപ്പാന് തൻ്റെ അവസാനത്തെ തുള്ളി രക്തം പോലും കർത്താവ് പകർന്നു തന്നു. നിന്റെ അവസ്ഥ എന്തായിരുന്നാലും, എത്ര ഹോപ്പ്ലെസ് ആയിരുന്നാലും ജീവിക്ക എന്ന കർത്താവ് പറയുന്നത്. പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ ചുറ്റി നടക്കുക. എന്നാൽ എൻ്റെ കർത്താവ് വന്നത് നമുക്ക് ജീവൻ തരാനും സമൃദ്ധിയായ ജീവൻ തരാനുമാണ്. യെസ്, ജീസസ് കെയിം ടു ഗിവ് us ലൈഫ് ആൻഡ് അബണ്ടന്റ് ലൈഫ്. ശത്രു ഒരു വഴിയായി നമ്മുടെ നേരെ വന്നാൽ അവരേഴ് വഴിയായിട്ട് ചിതറിപ്പോകുവാന് നമ്മുടെ കർത്താവിന് സാധിക്കും. നിനക്കെതിരെ നന്മയുടെ വാതിലുകളെ അടയ്ക്കുന്നെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ അടയ്ക്കപ്പെടുക എന്ന് മനസ്സിലായാൽ ഭയപ്പെടേണ്ട. ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. നമ്മെ യഥാസ്ഥാനപ്പെടുത്താന് നമ്മുടെ കർത്താവിന് കഴിയും. അവനത് ചെയ്യും. He is concerned about our future. He is a covenant keeping God. അതെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ ദയനീയാവസ്ഥ കണ്ട് ജീവിക്ക എന്ന് അരുളി ചെയ്യുന്നു. കർത്താവ് തൻ്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവാകുന്ന എണ്ണ പകർന്ന് ചിത്രത്തയ്യലുള്ള പൊൻകസവ് വസ്ത്രം നമ്മെ ധരിപ്പിച്ച് തൻ്റെ മണവാട്ടിയാക്കി തീർക്കാൻ അവന് മനസ്സാണ്. ഹല്ലേലൂയ. ആ പാദപീഠത്തിങ്കിലേക്ക് നമുക്ക് കടന്നിയെല്ലാം. രാജ്ഞി ഒഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നത് പോലെ അവന്റെ സന്നിധിയിലെ ആയിരിക്കാം. അവൻ ദന്തമന്ദിരങ്ങളിൽ നിന്നും കമ്പിനാദം നമ്മെ കേൾപ്പിക്കും. നിന്നെ ഇനി അസൂബ, ത്യക്ത എന്ന് വിളിക്കയില്ല. നിന്റെ ദേശത്തെ ശമാമ, ശൂന്യമെന്നും പറയുകയില്ല. നിനക്ക് ഹെപ്സിബ, ഇഷ്ട എന്നും നിന്റെ ദേശത്തിന് ബയൂല, വിവാഹസ്ഥ എന്നും പേരാകും. അതെ, നാം ഒന്നോർത്തു നോക്കിയാൽ ജീവിതത്തിലെ തുള്ളനും പച്ചപ്പുഴുവും വിട്ടിലും വെട്ടുക്കിളിയും ഒക്കെ നശിപ്പിച്ച് ധാരാളമായിട്ട് കളഞ്ഞിട്ടുണ്ട്. അതൊക്കെയും റിസ്റ്റോർ ചെയ്തു തരാന് നമ്മുടെ കർത്താവിന് സാധിക്കും. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവൃത്തികളുടെയും ദൈവമാത്. ദുഷ്ടന്റെ ചെങ്കോല്
നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കുവാന് അവൻ സമ്മതിക്കയില്ല. മാനസാന്തരത്തിനുള്ള അവസരവും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം അവൻ തന്നിരിക്കയാല് സ്തോത്രം ചെയ്യാം. ജീവിതം ആ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അതെ, അയൽ ഷദായിയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലൂയ, ഹാലലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം, സ്തോത്രം. ഇസ്രയേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന കർത്താവേ, ഞങ്ങള് അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയ്ക്ക് നന്ദി കരേറ്റുന്നു കർത്താവേ. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഒരിക്കൽ സ്വർഗീയ പൗരതയോട് പൊരുത്തമില്ലാതെ വെളിമ്പറമ്പിൽ എറിയപ്പെട്ട അവസ്ഥയിലായിരുന്നു ഞങ്ങള്. എന്നാൽ കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് ജീവിക്ക എന്ന് പറഞ്ഞ് ദൈവമേ, ഞങ്ങളുടെ ആവശ്യമുള്ളതെല്ലാം തന്ന് അവിടുന്ന് ഞങ്ങളെ സ്വർഗീയ മണവാട്ടിയാക്കി സ്വീകരിക്കുവാന് അതെ അങ്ങയ്ക്ക് മനസ്സായതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ കർത്താവെ പലപ്പോഴും ഇസ്രയേലിന്റെ മഹിമയായവനെ വേണ്ട പോലെ മനസ്സിലാക്കുകയോ വേണ്ട പോലെ അവിടുത്തെ സന്നിധിയിലായിരിക്കുകയോ ചെയ്യാത്ത ആ കുറവിനെ ഞങ്ങളോട് ക്ഷമിക്കണം കർത്താവെ. അങ്ങ് അൺഡിവൈഡഡ് അറ്റൻഷൻ ആൻഡ് ലവ് ആണല്ലോ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് സകലത്തിൻ്റെ ലാക്കും ഉടയവനുമാകയാല് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി കരേറ്റുന്നു. അപ്പോൾ ഈ സമയത്ത് ഞങ്ങളുടെ അച്ഛനെയും അച്ഛൻ്റെ കുടുംബത്തെയും സെൻറ് മേരീസിലെ എല്ലാ കുടുംബങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്ന് നടത്തുന്ന അവിടുത്തെ വൻകൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യഹോവയ്ക്കായിട്ട് കാത്തിരിക്കുന്നവരെ ശക്തിയെ പുതുക്കുമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കണം കർത്താവേ. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ വഹിച്ച് നടത്തുന്ന അവിടുത്തെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യവും അശരണർക്ക് ശരണവും ബലഹീനർക്ക് ബലവും പകരണം കർത്താവേ. ഞങ്ങളിൽ നിന്നും ദൂരത്തായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, ബന്ധുക്കളെ, അവരൊക്കെയും ആയിരിക്കുന്ന സ്ഥാനത്ത് അങ്ങയുടെ വൻകൃപയുടെ മറവിൽ അവരെയൊക്കെയും മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കോഴി തൻ്റെ കുഞ്ഞുകോഴിയെ ചിറകടിയിൽ വഹിക്കുന്ന പോലെ അങ്ങ് ഞങ്ങളെയൊക്കെയും വഹിക്കണം കർത്താവെ. ഈ ലോക്ക്ഡൗൺ സീസണിൽ കോവിഡ് കാലത്ത് ഞങ്ങൾ കർത്താവിനോട് പറ്റിച്ചേർന്ന് എൻ്റെ യേശു അല്ലാതെ എനിക്കൊരു തുണയില്ലെന്ന്, എൻ്റെ യേശു അല്ലാതെ എനിക്കൊരു ആശ്രയമില്ലെന്ന് എപ്പോഴും ഓർക്കുവാൻ ഞങ്ങൾക്കിടയാക്കണം. നന്ദിയുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണം. അവിടുത്തെ സന്നിധിയിൽ നിന്ന് സന്തോഷപരിപൂർണത ഉള്ളവരായി, അവിടുത്തെ വലത്ത് ഭാഗത്ത് പ്രമോദമുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ പൂർണ്ണമായി അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഞങ്ങൾക്ക് കർത്താവെ അവിടുത്തെ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ഇന്ന് കേൾപ്പിച്ച വചനത്തിനായിട്ട് വീണ്ടും നന്ദിയോടെ സ്തോത്രം. രക്ഷകന്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്ന കേട്ട ഉത്തരമരുളുമാറാകണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തീരിക്കപ്പെടുമാറാണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സഹവാസം നാം എല്ലാവരോടും നമ്മുടെ ജീവിതാവശ്യങ്ങളുടെ മേലും ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമൻ.